Hi dear self, welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാരം പാൻറ് എങ്ങനെ ചെയ്തിട്ടെടുക്കാമെന്നാണ്. ഇപ്പോൾ കുറച്ച് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാൻറ്റാണിത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മൾ സമ്മർ സീസണിൽ ഇടാൻ പറ്റിയ ടൈപ്പ് പാൻറ്റാണിത്. നല്ല ലൂസായിട്ട് കിടക്കും, നമുക്ക് നല്ല കംഫർട്ടാവും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2 മീറ്റർ കോട്ടൺ പ്ലസ് ഒരു ലിനൻ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്മോളും എക്സ്ട്രാ സ്മോളും ഉള്ള ആളുകൾ ഈ ഒരു 2 മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചിട്ടെടുക്കാൻ പറ്റും. 2 മീറ്റർ എടുത്താൽ മതി. ഇനി ഇതേ നമ്മളൊന്ന് ട്രയാങ്കിളായിട്ട് ഇതേ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡ് ചെയ്യുമ്പോൾ 2 വശത്തും കണ്ടില്ലേ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വരുന്നുണ്ട്. 2 മീറ്റർ ഇതേ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെയാട്ടോ വരിക. അപ്പോൾ 2 സൈഡിലും 19 ഇഞ്ച് വീതമാണ് ഈ എക്സ്ട്രാ വന്നിരിക്കുന്നത്. ലെഗിൻ്റെ വിടുത്തിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ എനിക്ക് ലെഗിൻ്റെ വിടുത്ത് വേണ്ടത് 9 ഇഞ്ചായിരുന്നു. അപ്പോൾ 9 9 18, 18ൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി, അങ്ങനെയാണ് നമ്മൾ 19 ഇഞ്ച് 2 സൈഡിൽ എടുത്തിരിക്കുന്നത്. ഇതേ ലെഗിൻ്റെ വിടുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ടോട്ടൽ 19 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ എഡ്ജിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം, നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, കറക്റ്റ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതൊന്ന് കുറച്ചൊന്ന് പുറത്തോട്ട്, വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ കുറച്ചൊന്ന് പുറത്തോട്ടാക്കിയതിന് ശേഷം വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം അത് നമ്മുടെ തയ്യൽ തുമ്പാണ്, അതുകൊണ്ട് കുറച്ചൊന്ന് പുറത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ പുറത്തോട്ടാക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ പോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഈ ഒരു കോർണറിൽ ചെറിയൊരു കട്ട് കൊടുക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഇതെങ്ങനെ പിടിക്കാം, ചെറിയൊരു കട്ട് കൊടുക്കുക. കട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് തന്നെ ഒരു 1/2 ഇഞ്ച് കിട്ടും അവിടെ. കണ്ടില്ലേ, ഇതേ നിവർത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളെന്നിട്ട് ഈ ഒരു പോർഷനും നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പോയിൻറ്റുമായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വേണം ലെഗ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അപ്പുറത്തെ പോർഷൻ, ഈ ഒരു പോർഷൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. കാരണം നമ്മൾ 19 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഏറ്റവും അറ്റത്തായിട്ട് എഡ്ജ് വശത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെഗ് ഒരെണ്ണം ബാക്കിലോട്ടാവും സ്റ്റിച്ച് വരിക, ഒരെണ്ണം ഫ്രണ്ടിലോട്ടാവും സ്റ്റിച്ച് വരിക കേട്ടോ. ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യേണ്ടത് ഉള്ളോട്ടാണ്. നേരെ നമ്മൾ പുറത്തോട്ടാണ് ഫോൾഡ് ചെയ്തത്, ഇത് നമ്മൾ ഉള്ളോട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതേ നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കോർണറിൻ്റെ ആ പോർഷൻ, ട്രയാങ്കിളായിട്ട് മടക്കി വെച്ച ആ പോർഷൻ ഉണ്ടല്ലോ, ആ ഫോൾഡ്, അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക. അപ്പോൾ മാത്രം നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആ ഒരു പോർഷൻ കിട്ടുള്ളൂ, തയ്യൽ തുമ്പിന് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് നിവർത്തി വയ്ക്കാം. ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിവർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതേ നമ്മൾ ഈ ലെഗിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക, നേരെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെഗ് ഇവിടെ റെഡി ആവാൻ പോവാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെഗ് ഇവിടെ റെഡി. നമ്മൾ ആദ്യം ഇത് ലെഗാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അതേ നമുക്ക് 2 ലെഗും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. റൈറ്റിൻ്റെ ലെഗും ലെഫ്റ്റിൻ്റെ ലെഗും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ 2 ലെഗും സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഒരെണ്ണം ഫ്രണ്ടിലായിരിക്കും സ്റ്റിച്ചിങ് വരിക, ഒരെണ്ണം ബാക്കിലേക്ക് സ്റ്റിച്ചിങ് വരിക, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ലെഗിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഓൾറെഡി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ആ ക്ലോത്തിൻ്റെ ലോക്കായിട്ടുള്ള ഭാഗമാണ് വരിക. ലെഗിൻ്റെ അടിവശം തന്നെ ലോക്കായിട്ടുള്ള ഭാഗമായിരിക്കും, ക്ലോത്ത് ലോക്കായിട്ടായിരിക്കും. അപ്പോൾ അതേ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ലെഗിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കുക. 2 ലെഗിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതേ നമ്മൾ ലെഗിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 ലെഗിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തു. ഇനി പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം.
എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് ബാൻഡിന് പോവും. അപ്പോൾ ബാക്കി വരുന്നത് 35 ഇഞ്ച്. അപ്പോൾ ലെങ്ത്ത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരോ ലെഗൊന്നും മുകളിലോട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 35 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ലെഗും 35 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വരുന്നത് ബാൻഡിൽ വരും. അപ്പോൾ 36 കറക്റ്റ് ആവും. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ലെഗിലും 35 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഇലാസ്റ്റിക് ബാൻഡിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിടുത്തിയായിട്ടുള്ള വേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനി വേസ്റ്റ് നമ്മളൊന്ന് റൗണ്ടാക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു റൗണ്ടാക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വേസ്റ്റ് ബാൻഡിന് വേണ്ടി അത്യാവശ്യം നല്ല ലെങ്ത് ഏരിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് തികയായിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൻ്റെ വേസ്റ്റ് ബാൻഡ് തയ്ക്കണമെങ്കിൽ 3 ഇഞ്ചെങ്കിലും എടുക്കണം കേട്ടോ അതിൻ്റെ വിടുത്തായിട്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭാഗത്ത് ഇതെങ്ങനെ വെച്ച് കൊടുക്കുക, വീട്ടിൽ കാണാൻ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നമ്മൾ ആദ്യം പിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മൊത്തം പിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ കുറച്ച് എക്സ്ട്രാ പോർഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റാം. കാരണം അതുപോലെ തികയാണ്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് എഡ്ജിലൂടെ നമ്മൾ മൊത്തം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എഡ്ജിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന പോർഷൻ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി ഇതേ നമ്മൾ ഈ എക്സ്ട്രാ വിട്ട ഈ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ആദ്യം. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ നോർമൽ ബാൻഡ് ചെയ്യുന്ന പോലെ തന്നെ മൊത്തം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് വശം, ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ക്ലോത്തിൻ്റെ എഡ്ജ് വശം മാത്രം ഒന്നതേ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് പിൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മൊത്തം പിൻ ചെയ്തു. ഇനി ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇത് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക എഡ്ജിലൂടെ. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് ഇട്ടിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളോട്ടാക്കുക. ഇലാസ്റ്റിക് ഉള്ളോട്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഓപ്പണിങ് വിട്ട ആ പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഹാരം പാൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടാൻ ഭയങ്കര കംഫർട്ടായിരിക്കും കേട്ടോ. ഭയങ്കര കംഫർട്ടാണ്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ലൈറ്റനാണ്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വഴി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. So guys, thank you so much for watching. See you in the next video. Bye.